വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഒരു നാടൻ പൊറോട്ടയും ബീഫ് കറിയുമാണ്. ബീഫ് കറി കാണിക്കുന്നില്ല, നമ്മൾ പൊറോട്ടയുടെ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുന്ന പൊറോട്ടയുടെ രീതിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മുടെ ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂടിയപ്പോഴത്തേക്കിന്, കസിൻസ് എല്ലാം കൂടിയപ്പോഴത്തേക്കിന് അവർക്ക് പൊറോട്ടയും ബീഫും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് 1 കിലോ മൈദാമാവാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയും പിന്നെ ഒരു രുചിക്കും വേണ്ടിയാണ്. നമുക്കിനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും പഞ്ചസാരയും ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം. അതിനുശേഷം കുറേശ്ശെ മാവിട്ട് കൊടുത്ത് നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കുന്നത് ഏകദേശം 2 കപ്പ് വെള്ളം ഞാൻ ഇതിന് ചേർക്കുന്നുണ്ട്. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി എടുക്കാം. എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റൂ. നമ്മളിത് ചപ്പാത്തിയെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം നമ്മൾ ഈ പൊറോട്ട മാവ് കുഴച്ചെടുക്കാനായിട്ട്. കുറേശ്ശെ വെള്ളം കൊടുത്ത് ഒഴിച്ചൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ആദ്യം. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്ര നല്ല പൊറോട്ട നമുക്ക് കിട്ടും. ഇതിപ്പം നമ്മൾ ജസ്റ്റ് വെള്ളമെല്ലാം ചെയ്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനി നമ്മളിങ്ങനെ ഇതേപോലെ തന്നെ കൈ കൊണ്ട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ പൊറോട്ട കുഴച്ചെടുക്കുന്നത് ഈ ഒരു പരുവത്തിനാണ് ആദ്യം കുഴച്ചെടുക്കുന്നത്. കണ്ടല്ലോ, നമുക്കൊരു സ്റ്റിക്കി ആയിട്ട് ഉള്ളൊരു മാവ് പരുവത്തിലാണ് കിട്ടുന്നത്. പിന്നെ നമ്മളിത് നന്നായിട്ട് നീഡ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചാണ് നല്ല മയമുള്ള മാവ് നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും കുറഞ്ഞതിങ്ങനെ ചെയ്യണം. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടും. ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്കിന് ഇങ്ങനെ നമ്മൾ അത്യാവശ്യം ഒന്ന് കുഴച്ച് ഒരു മാവൊന്ന് മയമായി വരുമ്പോൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് അതേപോലെ തന്നെ നീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതേപോലെ ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഇച്ചിരി സമയമെടുക്കും അത് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇത് ഞാൻ ഇത്രയും ലാഗ് ചെയ്ത് കാണിക്കുന്നതിന് അറിയാം നമ്മൾ എത്ര നേരം ഇത് മെനക്കെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി കൂടാണ്. നമ്മളിത് മാവ് നമുക്ക് പാകമാകാൻ അറിയണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കിന് അറിയാൻ പറ്റും മാവ് പാകമായോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ ആയിട്ടില്ല, ഇത് നമ്മൾ നന്നായിട്ട് ഇനിയും കുഴക്കേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതെല്ലാം സൺഫ്ലവർ ഓയിലാണ്. ഇടയ്ക്ക് നമുക്ക് ഇതേപോലെ മാവ് ഒട്ടുന്നുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് പൊടി ഇതുപോലെ തൂക്കി കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ തന്നെ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് കുഴയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം ഈ സമയം എത്ര ടൈം എടുത്തു എന്ന് തന്നെ നോക്കിക്കോണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊറോട്ടയുടെ മാവ് ആയിന്ന് നോക്കാൻ വേണ്ടി ഇതേപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതായത് നമ്മൾ പൊറോട്ടയൊക്കെ വീശുമ്പോൾ നമുക്കൊരു ഗ്ലാസ് പരുവത്തിൽ കിട്ടത്തില്ലേ, അപ്പോൾ നമ്മുടെ ഇത് പൊറോട്ടയുടെ ഉള്ള മാവ് റെഡിയായെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് നനഞ്ഞ തുണി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ ഇത് കവർ ചെയ്ത് വെക്കാം. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഇതിങ്ങനെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് തൊട്ട് നോക്കിയാൽ നല്ല മയമായിട്ടുണ്ട് നമ്മുടെ മാവ്. എന്നാലും നമ്മൾ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമുക്ക് നല്ല പൊറോട്ട കിട്ടും. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നനഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഇതൊക്കെ കവർ ചെയ്ത് വെക്കാം. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവൊക്കെ വേണ്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവമാകണം. കണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടില്ലേ,
കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവ്. നമുക്കിനി ഇതൊന്ന് ബോൾ ചെയ്തെടുക്കാം. ഞാൻ വളരെ ചെറിയ ചെറിയ ബോളാണ് എടുക്കുന്നത്. കാരണം ഒരു നാരങ്ങ വലുപ്പത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിയൊരു ബോള് അത്രേ ഞാൻ എടുക്കുന്നുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് ഒരു ബോളിൽ ഒരു പൊറോട്ട വെച്ചാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്തൊന്നും പൊറോട്ട എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഒന്ന് ബോളൊന്ന് പിടിക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ പൊറോട്ടയ്ക്കുള്ള ബോൾസ് എടുക്കുന്നത്. കണ്ടല്ലോ. ഇനി നമുക്ക് കിച്ചൺ ടോപ്പിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഈ ബോൾസ്, ബാക്കി ബോൾസും എല്ലാം ഇതേപോലെ എടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ടയ്ക്കുള്ള ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ തൂവിയതിന് ശേഷം ഒന്ന് കൈകൊണ്ടും കുറച്ചൊന്ന് തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഏകദേശം അരമണിക്കൂറോളം ഞാൻ ഇതേപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്ത ഓയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ട ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം പരത്തി എങ്ങനെയാണ് പൊറോട്ട ചുറ്റിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനിയും നമ്മൾ ഇതേപോലെ തന്നെ കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണ ഇതേപോലെ തേച്ച് കൊടുക്കുക. അതിലോട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സൈഡ് വശത്തുണ്ട് ഇതേപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. കണ്ടോ നമ്മുടെ മാവ് എത്ര സ്മൂത്തായിട്ടാണ് പരന്ന് കിട്ടുന്നത് നോക്ക്. ഇതേപോലെ ഇങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. ഇതങ്ങനെ അങ്ങ് ആയിക്കോളും, സ്ട്രെച്ച് ആയിക്കോളും. ഇതേപോലെ ഇങ്ങനെ പതിയെ പതിയെ മാക്സിമം നമ്മൾ സ്ട്രെച്ച് ചെയ്യാമോ അത് ഒരു ഗ്ലാസ് പരുവവും നമുക്ക് ഇത് കാണുന്ന ഒരു നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് കാണുന്ന ഒരു പരുവം പോലെ നമുക്ക് കിട്ടും. കണ്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി വിട്ടിട്ട് കണ്ടല്ലോ, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. കണ്ടോ, സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പൊറോട്ട വീശാൻ അറിയാത്തവർ ഇങ്ങനെ ചെയ്തേച്ചാൽ മതി. കണ്ടല്ലോ, ഇതേപോലെ നമ്മളിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് സ്ട്രെച്ച് ഇങ്ങനെ കൊടുത്താൽ അതങ്ങ് ആയിക്കോളും. പിന്നെ നമുക്ക് ലെയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഇതേപോലെ കൈകൊണ്ട് തടവിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തേച്ചാൽ മതി. ബാക്കി നമുക്ക് ഇതേപോലെ ഇങ്ങനെ വീശിയെടുക്കാം. പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര മഴയും പിന്നെ കറണ്ടൊക്കെ പോയി നമുക്ക് വെട്ടമൊന്നും ഇല്ലായിരുന്നു പ്രോപ്പറായിട്ട്. അപ്പം ഇതെങ്ങനെയും ഉണ്ടാക്കി തീരുക എന്നുള്ളതായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്ന് ഇങ്ങനെ വീശി പൊറോട്ട അങ്ങ് ഉണ്ടാക്കുമായിരുന്നു. കണ്ടല്ലോ. പൊറോട്ട ഉണ്ടാക്കാനുള്ള ബോളെല്ലാം നമ്മൾ റോൾ ചെയ്ത് വെച്ചേക്കുകയാണ്. കണ്ടല്ലോ. അതിന് ഞാൻ ഈ പാത്രത്തിലും കുറച്ച് എണ്ണ തടവിയതിന് ശേഷമാണ് ഈ ബോൾസ് വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിലും നമ്മൾ കുറച്ച് ചെറുതായിട്ട് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് നനഞ്ഞ തുണി വെച്ച് നേരത്തെ പോലെ തന്നെ ഒന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിനി ഒരു ദോശക്കല്ല് വെച്ച് ചൂടാവുന്ന സമയം കൊണ്ട് ഇതെങ്ങനെ പൊറോട്ട പരത്തി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതേപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തടവുക. ഇതിനുശേഷം നമ്മൾ റോൾ വെച്ചിരിക്കുന്ന ഓരോ പൊറോട്ട റോൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയുടെ റോളാണെങ്കിലും മതി. ഉണ്ടല്ലോ, ഒരുപാട് അങ്ങ് നമ്മൾ പിന്നാക്കി പരത്തുകയും വേണ്ട. എന്നാൽ ഈ ഒരു പരുവത്തിന് പരത്തിയെടുക്കുക. നമ്മൾ ആ സമയത്ത് ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ചൂടായ ദോശക്കല്ലിലേക്ക്
നമ്മൾ പരത്തുന്ന ഭാഗം ഇട്ട് കൊടുക്കില്ല, അതിൻ്റെ അങ്ങനെ അടിവശം വരുന്ന ഭാഗം വെച്ച് നമ്മൾ ദോശക്കല്ലിൽ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കുക, തിരിച്ചു മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമ്മുടെ പൊറോട്ട റെഡിയായെന്നാണ് അർത്ഥം. എന്നിട്ട് ഇടയ്ക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം, നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊറോട്ട ഒക്കെ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മൾ 2 സൈഡും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് എല്ലാം പരത്തിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ടയൊക്കെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കണം. ഈ പൊറോട്ട ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് എണ്ണ തടവാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന എണ്ണ കുറച്ചൊന്ന് കയ്യിലെടുക്കുക. കണ്ടോ, ഇത്രയും പോലെ ഒന്ന് കയ്യിലൊന്ന് എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ പൊറോട്ട എല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ ഈ കിച്ചൺ ടോപ്പിൽ കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തടവിയാൽ ആ ചൂടങ്ങ് മാറിക്കിട്ടും. കണ്ടല്ലോ, ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല സൂപ്പർ പൊറോട്ടയാണ്, നല്ല പഞ്ഞി പോണക്കത്തെ പൊറോട്ടയാണ്. കണ്ടോ, എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ശരിക്കും ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നുമല്ല പറഞ്ഞത്. അപ്പോൾ ഇനിയും നമ്മൾ പൊറോട്ടയുടെ വീഡിയോ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ ടൈം എടുത്തിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ കുട്ടി കുറുമന്മാർക്ക് വേണ്ടി പെട്ടെന്നുണ്ടാക്കിയ പൊറോട്ടയാണ്. ഈ സമയത്ത് ഇവിടെ കറണ്ടോ ഒന്നും ഇല്ലായിരുന്നു, ലൈറ്റൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ബാക്കി പൊറോട്ടയും കൂടെ ഞാൻ അതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളിയാണ്. പൊറോട്ടയും ബീഫും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫിൻ്റെ റെസിപ്പി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. മോളെ എങ്ങനെയുണ്ട് പൊറോട്ടയും ബീഫ് കറിയും? കഴിക്കേ, നീ മോള് കഴിച്ചില്ലല്ലോ. കഴിക്കേ, ചൂടില്ല. എങ്ങനെയുണ്ട്? അടിപൊളി.